അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ സെറ്റ് ഓഫ് നാച്ചുറൽ ഗ്രോത്ത് റെഗുലേറ്റർ? ഇപ്പൊ നാച്ചുറൽ ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ NAA എന്ന് കണ്ടു അല്ലെ? ഫസ്റ്റ് ക്വസ്റ്റ്യനില് എന്താണ് NAA? ഈ NAA എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ഓക്സിൻ ആണ്. അതൊരു നാച്ചുറൽ ഗ്രോത്ത് റെഗുലേറ്റർ അല്ല. അപ്പോ അതേപോലെ തന്നെ ആ ഓപ്ഷൻ നമ്മൾ റോങ് ആണ്, അല്ല. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, അവിടെയും നമ്മൾ എന്ത് കണ്ടു? 2,4-D കണ്ടു. അതും ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ഓക്സിൻ ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് എ നാച്ചുറൽ ഗ്രോത്ത് റെഗുലേറ്റർ. 2,4-D അല്ല. ഇപ്പോഴത്തെ ഓപ്ഷനിലേക്ക് വരുമ്പോഴോ ഇവിടെയും നമ്മൾ കണ്ടു 2,4-D എന്ന് പറയുന്നത്. സോ അതും ഒരു സിന്തറ്റിക് ഓക്സിൻ ആണ്. സോ അതുകൊണ്ട് 3 ഓപ്ഷൻസ് നമ്മൾ ഡിലീറ്റ് ചെയ്തു. സോ എന്തായാലും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 4th ഓപ്ഷൻ ആണ്. കാരണം IA എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഓക്സിൻ ആണ്, നാച്ചുറൽ ആയിട്ടുള്ളതാണ്. ABA എന്ന് പറയുന്നതും നാച്ചുറൽ ആണ്. സിയാറ്റിൻ എന്ന് പറയുന്നത് കോൺ കേണൽസിൽ നിന്നും അതേപോലെ തന്നെ കോക്കനട്ട് മിൽക്കിൽ നിന്നും കിട്ടിയ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്ലാന്റ് സൈറ്റോകൈൻ ആണ് സിയാറ്റിൻ. സോ അതായത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ 4 ആണ് അതിന്റെ റൈറ്റ് ആൻസർ. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. ഈ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതെന്താണെന്നറിയോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം നമുക്ക്. സോ നോക്കിക്കോളൂ. ഇവിടെ 2 കോളം നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? കോളം 1 ആൻഡ് കോളം 2. ഇവിടെ കോളം 1 എന്ന് പറയുന്നത് ജിബർലിക് ആസിഡ് അല്ലേ നമുക്ക് തന്നിട്ടുള്ളത്? അതെ, ജിബർലിക് ആസിഡ്. മക്കളെ, ജിബർലിക് ആസിഡ് എന്ന് പറയുന്നത് എന്തിന്റെ ഡെറിവേറ്റീവാ? ഇപ്പോ ഓക്സിൻ എന്ന് പറയുന്നത് ഒരു ഇൻറ്റോൾ കോമ്പൗണ്ട് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിബർലിക് ആസിഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് ടെർപീൻ കോമ്പൗണ്ട് അല്ലെ? ടെർപീൻ കോമ്പൗണ്ട്സിന്റെ ഡെറിവേറ്റീവ് ആണ് ഏത്? ജിബർലിൻസ് എന്ന് പറയുന്നത്. അതായത് എനിക്ക് എയിനെ ആരുമായിട്ട് യോജിപ്പിക്കാം? യെസ്, എയിനെ എനിക്ക് ആരുമായിട്ട് യോജിപ്പിക്കാം? ടെർപീൻസുമായിട്ട് യോജിപ്പിക്കാം. ക്ലിയർ? അതേപോലെ തന്നെയാണ് ഇത് IAA. IAA എന്ന് പറയുന്നത് എന്താണ്? ഓക്സിൻ ആണ്. അത് എന്ത് കോമ്പൗണ്ട് ആണ്? ഇൻറ്റോൾ കോമ്പൗണ്ട് ആണ്. കാരണം ആ പേരിൽ തന്നെ ഉണ്ട് ഏത്? ഇൻറ്റോൾ 3 അസറ്റിക് ആസിഡ്. സോ എനിക്ക് IAA എന്ന് പറയുന്നതിനെ എനിക്ക് ഇൻറ്റോളുമായിട്ട് യോജിപ്പിക്കാം. ക്ലിയർ? ABA എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, ABA എന്ന് പറയുന്നത് യെസ് അതൊരു കെരോട്ടിനോയിഡിന്റെ ഡെറിവേറ്റീവ് ആണ്. കെരോട്ടിനോയിഡ്, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ? ABA എന്ന് പറയുന്നത് ഒരു കെരോട്ടിനോയിഡിന്റെ ഡെറിവേറ്റീവ് ആണ്. സോ ABA എന്ന് പറയുന്നതിനെ എനിക്ക് 4ഉമായിട്ട് യോജിപ്പിക്കാം. അതേപോലെ തന്നെ ഒന്നും കൂടി ഉണ്ട്, സൈറ്റോകൈനിൻ. യെസ്, സൈറ്റോകൈൻ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇറ്റ് ഈസ് എ അഡിനിൻ ഡെറിവേറ്റീവ്. എന്ത് ഡെറിവേറ്റീവ് ആണ്? അഡിനിൻ ഡെറിവേറ്റീവ് ആണ്. സോ സൈറ്റോകൈൻ എന്ന് പറയുന്നതിന് എനിക്ക് അഡിനിനുമായിട്ട് യോജിപ്പിക്കാം. ഇത് ഓർത്തു വെക്കണേ. ദിസ് ഈസ് ദ കെമിക്കൽ കോമ്പിനേഷൻ എന്നാ പറയുന്നത്, അല്ലെങ്കിൽ കെമിക്കൽ അതായത് കെമിക്കൽ ഫോം ഓഫ് ഡിഫറെന്റ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ മക്കളെ, എനെ 3യുമായിട്ട് കണക്ട് ചെയ്യുന്നു, ബിനെ 1ഉമായിട്ട് കണക്ട് ചെയ്യുന്നു, സിനെ 4ഉമായിട്ട് കണക്ട് ചെയ്യുന്നു, ഡിയെ 2ഉമായിട്ട് കണക്ട് ചെയ്യുന്നു. അതായത് ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ പറയാം. ആൻസർ എന്താ? ആൻസർ അതെ, ഓപ്ഷൻ നമ്പർ 3 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് ഒന്ന് മൂവ് ചെയ്താലോ? So what is the next question? Okay, so our next question is ready. അപ്പൊ നിങ്ങൾ റെഡി അല്ലേ? യെസ്. സോ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ദ ഫംഗ്ഷൻ ഓഫ് ഓക്സിൻ? ഓക്സിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതൊക്കെയെന്നാ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വരിയായിട്ട് നമുക്ക് ഓക്സിന്റെ ഫംഗ്ഷൻ എഴുതാം. അതിൽ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്സിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ എപ്പിക്കൽ ഡോമിനൻസ് എന്നാണ്. ഇത് എപ്പോഴും ഓർമ്മ വേണം. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിൻ ദാറ്റ് ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി. അതേപോലെ തന്നെ ഓക്സിൻ ദാറ്റ് ഇൻഡ്യൂസ് ഫ്ലവറിംഗ് ഇൻ പൈനാപ്പിൾ അല്ലെ? ഓക്സിൻ എന്തിൽ ഫ്ലവറിംഗ് സഹായിക്കുന്നു? പൈനാപ്പിളിൽ ഫ്ലവറിംഗ് സഹായിക്കുന്നു. നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്താണ് അല്ലെ?
ഓക്കെ, സോ ഓക്സിൻ ദാറ്റ് ഇൻഡ്യൂസ് ഫ്ലവറിംഗ് ഇൻ പൈനാപ്പിൾ. അതേപോലെ തന്നെയാണ് ഓക്സിൻ ദാറ്റ് ഇൻഡ്യൂസ് റൂട്ടിംഗ്, അല്ലേ? യെസ്, അതായത് സ്റ്റെം കട്ടിങ്സിലൊക്കെ റൂട്ട് വരാൻ വേണ്ടി നമ്മൾ ഓക്സിനെ ഉപയോഗിക്കാറുണ്ട്. ഈ മെത്തേഡ് നമ്മൾ പ്ലാന്റ് പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. സോ പ്ലാന്റ് പ്രൊപ്പഗേഷൻ, സോ ഓർത്ത് വയ്ക്കുക, ഇറ്റ് ഇൻഡ്യൂസ് റൂട്ടിംഗ് ഇൻ എന്താണ്? സ്റ്റെം കട്ടിംഗ്. സോ ദിസ് മെത്തേഡ് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ പ്ലാന്റ് പ്രൊപ്പഗേഷൻ. അതേപോലെ തന്നെയാണ് ഓക്സിന്റെ ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ഓക്സിൻ ആയിട്ടുള്ള 2,4-D നമ്മൾ ഹെർബിസൈഡ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. എന്താ ഹെർബിസൈഡ് എന്ന് പറഞ്ഞാൽ? കളനാശിനി. ഏത് കളയെ കൊല്ലുന്നത്? ഇറ്റ് ക്യാൻ കിൽ 2,4-D, ഇറ്റ് ക്യാൻ കിൽ ഡൈക്കോട്ട് വീഡ്സ്. മനസ്സിലായോ? അതായത് ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു ലോൺ ഉണ്ട് എന്ന് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യാം. ഈ ലോണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറെ മോണോക്കോട്ട് പ്ലാന്റ്സ് ആയിരിക്കും. കാരണം ഗ്രാസ് കൊണ്ടാണ് ലോൺ നിർമ്മിച്ചിരിക്കുന്നത്. സോ ഈ ഗ്രാസ് അല്ലാതെ ഏതെങ്കിലും ഒരു വീട് അതിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ അപ്ലൈ 2,4-D. നമുക്ക് 2,4-D എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ക്യാൻ കിൽ വാട്ട്? ഡൈക്കോട്ട് വീഡ്സ്. അതേപോലെ തന്നെ ഇറ്റ് കൺട്രോൾ സൈലം ഡിഫറൻസിയേഷൻ. അത് ഇതിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. ഇറ്റ് കൺട്രോൾ സൈലം ഡിഫറൻസിയേഷൻ. അതേപോലെ തന്നെ സെൽ ഡിവിഷന് വേണ്ടി സഹായിക്കുന്നു പറഞ്ഞു. കാരണം ഓക്സിനും സൈറ്റോകൈനും കൂടിക്കഴിഞ്ഞാൽ 2,4-D നമ്മൾ വീഡിസൈഡ് ആയിട്ട് ഉപയോഗിക്കുന്നു. യെസ്, 2 ഓപ്ഷൻ പറഞ്ഞു. പാർത്തനോകാർപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്നു. യെസ് മക്കളെ, ഫ്രൂട്ട് റൈപ്പനിങ് എന്ന് പറയുന്നത്, നിങ്ങൾ ആ 3ാമത്തെ ഓപ്ഷൻ നോക്കിക്കേ. ഫ്രൂട്ട് റൈപ്പനിങ് എന്ന് പറയുന്നത് അത് ആരുടെ ജോലിയാ? ഫ്രൂട്ട് റൈപ്പനിങ് എന്ന് പറയുന്നത് എത്തിലീന്റെ ഫംഗ്ഷൻ ആണ്. ഇറ്റ് ഈസ് ദ റോൾ ഓഫ് എത്തിലീൻ, അല്ലെ? എത്തിലീന്റെ ഫംഗ്ഷൻ ആണ്, അല്ലാതെ ആരുടെ ഫംഗ്ഷൻ അല്ല? ഓക്സിന്റെ ഫംഗ്ഷൻ അല്ല. ഈ എപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറയുന്നത് കാരണം എന്താണ് എപ്പിക്കൽ ഡോമിനൻസ്? നോക്ക്, ഷൂട്ട് ടിപ്പില് ഓക്സിന്റെ പ്രസൻസ് കാരണം ഈ ആക്സിലറി ബഡ്സിന്റെ ഗ്രോത്ത് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. സോ ദ പ്രസൻസ് ഓഫ് ഓക്സിൻ ഇൻ ദ എപ്പിക്കൽ മെരിസ്റ്റം ഇൻ ദ ഷൂട്ട് ടിപ്പ് ദാറ്റ് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ആക്സിലറി ബഡ്. ആക്സിലറി ബഡിന്റെ ഗ്രോത്തിനെ തടസ്സപ്പെടുത്തും. കാരണം ആക്സിലറി ബഡ് ആണ് എന്തായിട്ട് മാറുന്നത്? ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നത്. അപ്പൊ നമ്മൾ ഇത് റിമൂവ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? ഇത് ഒഴിവാക്കാൻ വേണ്ടി എന്താ ചെയ്യുക? നമ്മൾ ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യും? ഷൂട്ട് ടിപ്പ് അങ്ങ് റിമൂവ് ചെയ്യും. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ഡീകാപ്പിറ്റേഷൻ. ഡീകാപ്പിറ്റേഷൻ. ഈ ഡീകാപ്പിറ്റേഷൻ എന്ന് പറഞ്ഞ ഫിനോമിനയാണ് നമ്മൾ ടീ പ്ലാന്റേഷനിൽ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഹെഡ്ജ് മേക്കിങ്ങിലും യൂസ് ചെയ്യാറുണ്ട്. ഇത് 2 പോയിന്റുകൾ ഒന്ന് ഓർത്ത് വെക്കണേ. ടീ പ്ലാന്റേഷനിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഹെഡ്ജ് മേക്കിങ്ങിന് നമ്മൾ ഈ ഒരു ഫിനോമിനൻ, അതായത് ഡീകാപ്പിറ്റേഷൻ, അതായത് ടിപ്പ് റിമൂവ് ചെയ്യുന്നു, ഓക്സിജന്റെ ഡോമിനൻസ് ഒഴിവാക്കിയിട്ട് കുറെ ആക്സിലറി ബഡ് ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു, ഗിവൺ കോൺസെൻട്രേഷൻ ഓഫ് BaPR. മക്കളെ, ആ കോൺസെൻട്രേഷനിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ദാറ്റ് ഈസ് 0.5 മില്ലിമോളാർ അല്ല മക്കളെ, മൈക്രോമോളാറാ. ഓക്കെ, അതൊന്ന് മാറ്റി എഴുതണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 5 മില്ലിമോളാർ ആണോ? അല്ല, ദാറ്റ് ഈസ് 5 മൈക്രോമോളാർ ആണ്. 50 മില്ലിമോളാർ ആണോ? അല്ല, 50 മൈക്രോമോളാർ ആണ്. ഇനി അതിനെ നമുക്ക് എന്താക്കി കൺവേർട്ട് ചെയ്യണം? PPM-ലാക്കി കൺവേർട്ട് ചെയ്യണം. ഞാൻ അതിന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. ഒരു മൈക്രോമോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലിയർ, ദാറ്റ് ഈസ് 1 ppm. ഒരു മൈക്രോമോളാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 1 ppm ആണ്. അങ്ങനെയാണെങ്കിൽ 0.5 മൈക്രോമോളാർ എന്ന് പറഞ്ഞാൽ ആൻസർ എന്താ? അതെ, 0.5 ppm ആണ്. 5 മൈക്രോമോളാറോ? അതെ, 5 ppm ആണ്, അല്ലേ? 50 മൈക്രോമോളാറോ? ദാറ്റ് ഈസ് 50 ppm ആണ്. അപ്പൊ നിങ്ങൾ ഇത് മാത്രം ഓർത്ത് വയ്ക്കുക. കുറെ
മാത്സിന്റെ അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ കുറെ കാൽക്കുലേഷൻ ഒന്നും വേണ്ട. ഇത് മാത്രം നിങ്ങൾക്ക് ഓർത്തു വെക്കുക. ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഒരു മൈക്രോമോളാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 1 ppm ആണ്. 1 ppm. അപ്പൊ 0.5 മൈക്രോമോളാർ എന്ന് പറയുന്നതോ 0.5 ppm ആണ്. 5 മൈക്രോമോളാറോ 5 ppm ആണ്. 50 മൈക്രോമോളാറോ 50 ppm ആണ്. ഓക്കെ, യെസ്. സോ ദിസ് ഈസ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2018 എയിംസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കണം മക്കൾ. അതിലെ ABA നിങ്ങൾക്ക് എന്തുമായിട്ട് യോജിപ്പിക്കാം? യെസ്, നിങ്ങൾക്കറിയാം ABA എന്ന് പറയുന്നത് സ്ട്രെസ് ഹോർമോൺ ആണ്. അറിയാവുന്ന കാര്യമാണല്ലോ. അതെ മക്കളെ, ഓക്സിനെ നിങ്ങൾക്ക് അവിടെ എന്തുമായിട്ട് ബന്ധിപ്പിക്കാം? ഇറ്റ് ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി. എത്തഫോൺ എന്ന് പറയുന്നത് എത്തിലീന്റെ കെമിക്കലി അവൈലബിൾ ആയിട്ടുള്ള അല്ലെ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള കോമ്പൗണ്ടിന്റെ പേരാണ് എത്തഫോൺ എന്ന് പറയുന്നത്. അപ്പൊ എത്തഫോൺ ആണ് എന്തിനു വേണ്ടി സഹായിക്കുന്നത്? ഫ്രൂട്ട് റൈപ്പനിങ്ങിന് വേണ്ടി സഹായിക്കുന്നത്. അതേപോലെ തന്നെ നോക്ക്, ജിബർലിക് ആസിഡ്. ജിബർലിക് ആസിഡ് നമുക്കറിയാം. ജിബർലിക് ആസിഡ് എന്തിനു വേണ്ടി സഹായിക്കുന്നു? യെസ്, ഇന്റർനോഡൽ ഇലോങ്ങേഷൻ ആണ്. പക്ഷെ അത് റൊസെറ്റെ പ്ലാന്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു തന്നത് തന്നെയാണ്. ആ പ്രോസസ്സിനെ നമ്മൾ ബോൾട്ടിംഗ് എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്ന് ബന്ധിപ്പിച്ചേ, ഒന്ന് കണക്ട് ചെയ്തേ. എ എന്ന് പറയുന്നതിനെ 4 കണക്ട് ചെയ്യുന്നു. ബി എന്ന് പറയുന്നതിനെ 2 കണക്ട് ചെയ്യുന്നു അല്ലെ. സി എന്ന് പറയുന്നതിനെ 3 കണക്ട് ചെയ്യുന്നു. ഡി എന്ന് പറയുന്നതിനെ 1 കണക്ട് ചെയ്യുന്നു. സോ വാട്ട് ഈസ് ദ ആൻസർ? ഓപ്ഷൻ 1 ആണ് അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. So the next question, which of the following is a regulatory pigment? അതായത് റെഗുലേഷന് വേണ്ടി സഹായിക്കുന്നത്. ഇപ്പൊ ഫ്ലവറിംഗ് എന്ന് പറയുന്നത് ഒരു റെഗുലേഷൻ ആണ് അല്ലെ. സോ ദാറ്റ് പ്രോസസ് ഈസ് റെഗുലേറ്റഡ് ബൈ എ പിഗ്മെന്റ്. അത് നിങ്ങൾ ഓർത്തു വെക്കണം. നമ്മുടെ NCERT ടെക്സ്റ്റിൽ ഇല്ലാത്ത ഒരു പോയിന്റ് ആണ്. ദാറ്റ് ഈസ് ഫൈറ്റോക്രോം. ഫൈറ്റോക്രോം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ റെഡ് ലൈറ്റ് റിസപ്റ്റേഴ്സ് പ്രസന്റ് ഇൻ ദ ലീഫ് ആൻഡ് ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫ്ലവറിംഗ് റെസ്പോൺസ്. ക്ലിയർ? ഫ്ലവറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന് സഹായിക്കുന്ന പിഗ്മെന്റ് ആണ് ഫൈറ്റോക്രോം എന്ന് പറയുന്നു. ഇതൊരു റെഡ് ലൈറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന പിഗ്മെന്റ് ആണ്. ഇനി ഒരു ബ്ലൂ ലൈറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പിഗ്മെന്റ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ടെക്സ്റ്റിൽ ഇല്ലാത്തതാണ്. ദാറ്റ് ഈസ് കോൾഡ് ക്രിപ്റ്റോക്രോം. ക്രിപ്റ്റോക്രോം, ഇറ്റ് ഈസ് എ ബ്ലൂ ലൈറ്റ് റിസപ്റ്റർ. ഈ ബ്ലൂ ലൈറ്റ് പ്രധാനമായിട്ടും സഹായിക്കുന്നത് സ്റ്റൊമാറ്റലിന്റെ ഓപ്പണിംഗ് ആണ്. സ്റ്റൊമാറ്റൽ ഓപ്പണിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പിഗ്മെന്റ് ആണ് ഈ ക്രിപ്റ്റോക്രോം എന്ന് പറയുന്നത്. സോ നമ്മൾ ആൻസർ പറഞ്ഞു ഫൈറ്റോക്രോം ആണ്. വേണമെങ്കിൽ നമുക്കൊരു പോയിന്റ് കൂടി ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഫൈറ്റോക്രോം ഈസ് റിലേറ്റഡ് വിത്ത് ഫോട്ടോ മോർഫോജെനിസിസ്. എന്താ മോർഫോജെനിസിസ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്ലാന്റ് ഓർഗൻസ് അല്ലെ. അപ്പൊ മോർഫോജെനസിസ് എന്ന് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മോർഫോജെനിസിസ് എന്ന് ഞാൻ ഇവിടെ പറയുമ്പോൾ അത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലെ. പ്ലാന്റ് മോർഫോജെനിസിസ്. അപ്പോൾ മോർഫോജെനിസിസ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് ഓഫ് പ്ലാന്റ് ഓർഗൻ ആണ്. ഇവിടെ പ്ലാന്റ് ഓർഗൻ എന്ന് പറയുന്നത് ഫ്ലവർ ആണ്. ഫ്ലവറിന്റെ ഫോർമേഷന് വേണ്ടി സഹായിക്കുന്ന ഒരു റിസപ്റ്റർ ആണ് ഫൈറ്റോക്രോം എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4. Coming to the next question, if 25 ppm amount of 2,4-D is required to perform a plant function, clear? Then എന്താ ചോദിച്ചിരിക്കുന്നത്? What amount of 2,4-D are required for making 5 liter, 10 liter and 15 liter? ഇപ്പോ 25 ppm എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലെ. What do you mean by 25 ppm? ഇവിടെ എഴുതാം. 25 ppm means 25 milligram, yes, per liter ആണ് അല്ലെ. ആണല്ലോ. 25 milligram ഒരു ലിറ്ററിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ we will get 25 ppm. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 5 ലിറ്ററിൽ മേക്കപ്പ് ചെയ്യാൻ എത്ര വേണമെന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ 25 into 5, ദാറ്റ് ഈസ് എത്രയാണ്? 125 milligram വേണം. ഇത് 5 ലിറ്ററിൽ മേക്കപ്പ് ചെയ്യാൻ. 10 ലിറ്ററിലാണെങ്കിലോ ദാറ്റ് ഈസ് 250 milligram. ശരിയല്ലേ? യെസ്. അതേപോലെ തന്നെ 15 ആണെങ്കിലോ
ദാറ്റ് ഈസ് 375 മില്ലിഗ്രാം. പക്ഷെ ആൻസറിലൊന്നും എന്തില്ല, മില്ലിഗ്രാം എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. എല്ലാം നോക്ക്, ഗ്രാം എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 1.125 ഗ്രാം, 0.250 ഗ്രാം, 0.375 ഗ്രാം. സോ അത്തരം ഓപ്ഷൻ ഉണ്ടോ? ഉണ്ടല്ലോ. ദാറ്റ് ഈസ് ഓപ്ഷൻ 1 എന്ന് പറയുന്നതായിരിക്കും റൈറ്റ് ആൻസർ. ഇവിടെ ചോദിച്ചിരിക്കുന്നു 25 ppm എന്ന് പറഞ്ഞാൽ 25 മില്ലിഗ്രാം പെർ 1 ലിറ്റർ ആണ്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്ന 5 ലിറ്റർ മേക്കപ്പ് ചെയ്യാൻ 1 ലിറ്ററിൽ 25 വേണം. 5 ലിറ്ററിലാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ആൻഡ് we are moving to the last question of this chapter, that is fruit and leaf drop at early stages can be prevented by the application of. ഇത് നമ്മുടെ NCERT ടെക്സ്റ്റിൽ ലൈൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന സെന്റൻസ് ആണ്. ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ, ശ്രദ്ധിക്കണം, ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൂട്ടിന്റെയും ലീഫിന്റെയും ഏർലി ഡ്രോപ്പിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ ഇത് എന്തിന്റെ ഫംഗ്ഷൻ ആണ്? ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഫംഗ്ഷൻ ആണ്. സോ അതായത് ഓപ്ഷൻ നമ്പർ 3 ആണ് നമ്മൾ ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് പറയുന്നത്. സോ വീഡിയോ കണ്ടു എന്ന് മനസ്സിലാക്കുന്നു. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. NCERT ടെക്സ്റ്റ് ലൈൻ ബൈ ലൈൻ വായിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് എൻട്രൻസിനുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവൂ. അതേപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളെ ഏത് നേരത്തും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.